ആ സ്ത്രീ പറഞ്ഞു, എന്നെ ഒന്ന് കടുപ്പിച്ചൊരു നോട്ടം. അപ്പോൾ ഒരു സാധനം എൻ്റെ തടിമന്ന് ഒരു മേലക്കരി സാധനം അങ്ങനെ എന്തോ ഒരു പാമ്പോ എഴുചെന്തോ എന്തോ തലമ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോണത് പോലെ എനിക്ക് തോന്നി. ഇന്നങ്ങോട്ട് നോക്കി. നാലിന ഉലിയപ്പാപ്പ എൻ്റെ അടുത്ത് രാത്രി വന്ന് എൻ്റെ ഒപ്പം കിടക്കലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചോണ്ടാ പറഞ്ഞു, സന്തോഷത്തിൽ. കാരണം എന്നെ അത് തിരഞ്ഞെടുത്തല്ലോ എന്നൊരു സന്തോഷം. അപ്പം എന്നെ ഒന്ന് രൂക്ഷമായിട്ടൊന്ന് നോക്കി. അപ്പം എൻ്റെ മൂർത്തവും മുതലൊരു സാധനം അങ്ങനെ ഇറങ്ങിപ്പോണ മാതിരി എനിക്ക് തോന്നി. അതണ്ട് ഇറങ്ങി. അപ്പോൾ പറഞ്ഞു തിരിഞ്ഞു നോക്കികളാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നഗ്നനായ കറുകറുത്ത മനുഷ്യൻ ഓടണ കണ്ടു. ഞാൻ ഇനി വരൂലട്ടോ എന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ടില്ല. എങ്ങനെയുണ്ട് ഇത്? ഈ സ്ത്രീ എന്നോട് ഇവിടെ വന്ന് പറഞ്ഞതാ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അങ്ങനത്തെ ഒരാളെ കിട്ടിയാൽ നമ്മളെ വാതിലോർക്കും. ഒന്നിരിക്കും മദീനയിൽ പോകണം, അല്ലെങ്കിൽ കൽബിലേക്ക് ആരെ കൊണ്ടുവരണം? നബിയെ കൊണ്ടുവരണം. എന്നല്ല വജ്ജത്തുള്ള അള്ളാനെ കണ്ടെത്തനെയും. ആ കണ്ടെത്തലാണ് ഇപ്പം എൻ്റെ വലിയ പണ്ടത്തെ. എൻ്റെ വലിയപ്പൊക്കെ ഡിഗ്രി പോയിട്ട് ഒന്നുമില്ല. ബിസ്മില്ലാഹി റഹ്മാനി റഹീമിൻ്റെ മായനറിയില്ല. പരമകാരണ കരുണാനിധിയൊക്കെ അന്നക്കാലത്ത് ആരും പറയില്ല. ഒക്കെ പിന്നെ തുടങ്ങിയാന്ന്. അതൊന്നും എൻ്റെ വലിയപ്പൊക്കെ അറിയില്ല. ആരറിയും? റസൂലിനെ അറിയും. അതുകൊണ്ട് അള്ളാനെ അറിയും. ഒന്നും അറിയില്ല. ഞങ്ങളോട് പറഞ്ഞല്ലോ, ആ മനുഷ്യനെ ഞാൻ റമളാനിലല്ലേ പറയണത്. റമളാൻ നോമ്പറ്റല്ലേ എന്നുകൊണ്ട് അറിയാൻ പറ്റുമോ? ആ മനുഷ്യനെ കടിച്ച പാമ്പ് ചത്ത് കിടക്കണത് ഞാനും എൻ്റെ അമ്മാവൻ്റെ മകൻ ഇസ്മായിലും കൂടെ കണ്ടതാണ്. ഉല്ലാണിക്കാട്ടിൽ ചത്ത് കിടക്കുന്നുണ്ട്. വല്യമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങൾ തപ്പിയത്. ഇപ്പാനെ കടിച്ച പാമ്പാണ്. അതെവിടെയും ചത്ത് കിടക്കുന്നുണ്ടാവും. ഒന്ന് നോക്കിക്കാണി. എൻ്റെ മാപ്പ മരിക്കണത് വരെ പറഞ്ഞ ഒരു വാക്ക് ഞങ്ങളോട് പറയാം. ഇടക്കര ഒരു കാളി ഉണ്ടായിരുന്നു, ജമാഅത്തെ മുസ്ലിം. അയാളുടെ വാപ്പുണ്ടായിരുന്നു കുഞ്ഞാലി ഹാജി. അയാളാണ് മൂത്തേടത്ത പള്ളിക്ക് തറക്കല്ലിട്ട്, മൂത്തേടത്ത് പള്ളി ഉണ്ടാക്കിയത്. തറക്കല്ലിടരല്ല, പള്ളി ഉണ്ടാക്കിയത് ഈ മനുഷ്യൻ അക്കാലത്ത് തിരുമുണ്ടിക്കലേക്ക് പോകും. തിരുമുണ്ടിക്കൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുറച്ച് ദൂരമുണ്ട്. 10 കിലോമീറ്റർ അല്ല, 10ൻ്റെ മേലെ ഉണ്ടാവും തിരുമുണ്ടിക്കലേക്ക്. 10 അല്ല, ഒരു 15-16 കിലോമീറ്റർ ഉണ്ടാവും. ആ ദൂരം പോയിട്ടാണ് ജുമാ നിസ്കരിക്കുക. ഒരു ഖാദിമ കൂടെ ഉണ്ടാവും. അപ്പോൾ ബാപ്പ പറഞ്ഞത് പറയാണ്. ഇത് ബാപ്പയും വേറെ പലരും പഴമക്കാർ, എൻ്റെ ബാല്യക്കാലത്ത് യൗവനകാലത്ത് ഒരുപാട് സ്വാലീയങ്ങളായ മനുഷ്യന്മാർ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ബാപ്പ അനവധി പറയണം കേട്ടിട്ടുണ്ട്. പുഴ കയറിയപ്പോൾ നടന്ന് കയറിയപ്പോൾ അദ്ദേഹത്തിന് പാമ്പ് കടിച്ചു. അപ്പോൾ പാമ്പിനെ കുടഞ്ഞിട്ടു. പോയിട്ട് ജുമാ നിസ്കാരം കഴിഞ്ഞ് അവിടുത്തെ കാദിയാണ്, തിരുമുണ്ടിക്കലെ കാദിയാണ്. ജുമാ നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് നടന്നു വരികയായി 16 മിനിറ്റ് ആദ്യം. ഇവിടെ എത്തിയപ്പോൾ അവനോട് പറഞ്ഞു, മനുഷ്യൻ നടക്കണം വയ്യാണ്, മണക്കും, ഒന്ന് നോക്കിക്കളാറും. തിരിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല. അങ്ങോട്ട് ജുമാക്ക് പോയപ്പോൾ എന്തായി? പാമ്പ് പിടിച്ചു. ഈ മനുഷ്യന് ഒരു ഡിഗ്രി ഇല്ല. ഫൈസിയല്ല, ബാക്കവിയല്ല, ദാരിമയല്ല, കാസിമല്ല, സഖാഫിയല്ല, ഒന്നുമല്ല. മുത്തുനബിയിൽ ലയിച്ചൊരു മുഅ്മിന. അങ്ങനെ അല്ലാത്തൊന്നും അക്കാലത്തില്ല. നമുക്ക് പറഞ്ഞത് മനസ്സിലായി. അവർക്ക് നിയമങ്ങളല്ല, അവർക്ക് തെളിവുകളല്ല, അവരെ തെളിവുറ്റാണ് ഇവിടെയാണ്. ഇന്നിപ്പോൾ നമുക്ക് തെളിവ് കൊണ്ട് ഒരാളെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അവരോട് വർത്താനം പറയുമ്പോൾ നമ്മളെ തെളിവ് പോവും, നമ്മളെ മനസ്സിൻ്റെ തെളിവ് പോവും. സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു നികൃഷ്ടമായ ഭാഷയിൽ ആക്ഷേപിച്ചൊരു ജനതക്ക് ഒരു 10 മിനിറ്റിൻ്റെ ഒരു മറുപടിയാണ് കൊടുത്തത്. റമളാൻ മാസത്തിൽ കൂടുതൽ വർത്താനം പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഒരുങ്ങി ചെയ്യാമെന്ന് വിചാരിച്ച് അതിനവർ ഇന്നലെ മറുപടി അറിഞ്ഞിട്ടുണ്ട്. ആ മറുപടി പോലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് നമ്മളെ ഈമാൻ്റെ പ്രഭ കുറക്കും. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു സഹാബിയെ ചീത്തറിയാൻ മനുഷ്യന്മാർക്ക് വേണ്ടിയില്ല, ഒറ്റമട്ടിയില്ല. എന്തേ? ഓൻ്റെ കയ്യിൽ തെളിവുകളാണ്. ഓൻ്റെ കൽബിന് തെളിവില്ല. ഓൻ്റെ കിട്ടിയ തെളിവാൻ്റെ വലിയത്. ഒരു കൽബിന് വിളിച്ചല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളൊക്കെ സയ്യിദുനാ മുആവിയ റളിയല്ലാഹു ഒരു സഹാബിയുടെ വഹ്ശ് ഇബ്നു ഹർബ്, ഇവൻ മഹാനായ സയ്യിദുനാ വഹ്ശ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവിൻ്റെ രോമത്തിൻ്റെ ഖദറുണ്ടോ? നമ്മൾ രോമത്തിൻ്റെ കുത്തിൻ്റെ ഖദറുണ്ട്. നമ്മൾ ഇക്രിമ റളിയല്ലാഹു അൻഹു, അബൂജഹലിൻ്റെ മകനാണ് ഇക്രിമ. അവരെ രോമത്തിൻ്റെ ഖദർ നമ്മളെ മൂത്ത് അവർ മുടിക്കണ്ടോ? നമ്മളാകെ തൂക്കിയുണ്ടോ? എന്ത്? മുസ്തഫ നബിയുടെ സ്വഹാബിയ. അത് മനസ്സിലാക്കണം. അന്തെന്ന മനുഷ്യന്മാർക്കില്ല. അപ്പം എന്താ തിരിച്ചു വരുന്ന ഈ മനുഷ്യൻ പിന്നെ പോയിൻ്റെ അവിടെ എത്തിയപ്പോൾ എന്ത് പറഞ്ഞു? ഒന്ന് നോക്കിക്കളടാ,
മനുഷ്യൻ നടക്കണ വയ്യാണ് മണക്കുന്നറു. അപ്പം മറ്റൊന്ന് തപ്പി 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 നോക്കുമ്പോൾ മുളങ്കൂട്ടത്തിൻ്റെ അടിയിൽ ചത്തെടുക്കുന്നുണ്ട് പാമ്പ്. ഇത് ബാപ്പ എന്നോട് പറഞ്ഞതിന് കണക്കില്ല. ബാപ്പ മാത്രമല്ല, ആ വയസ്സുള്ള പഴമക്കാർ എത്രയോ പറഞ്ഞ, അതായത് അവരെ കടിച്ചാൽ ചാവുന്നത് ആരാണ്? പറയും പാമ്പാണ്. എന്തുകൊണ്ട്? അവര് രക്തമാജാതിയാണ്, ആജാതി ചോരയാണ്. ആ ചോര തട്ടിയ പാമ്പടിയോ അങ്ങനെയുണ്ട്. ആജാതി മനുഷ്യന്മാരാണ്. എവിടുന്ന് അവർക്കിത് കിട്ടിയത്? നൂറുൻ നബിയിൽ മുസ്തഫ. അവർക്ക് വല്ല ആയത്തിന് മാനറിയോ? ഈ പറഞ്ഞ കുഞ്ഞാലി ഹാജിനെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നാൽ ഒരു സാധാരണ മൂല്യത്തിൻ്റെ വിവരത്തിനപ്പുറം ഉണ്ടാവില്ല. അന്നത്തെ ഒരു മുത്തഫരിദോ നൂറിൽ അബ്സാറും ഓതും, ഫത്തുൽമീൻ ഓതുമ്പോൾ ഉസ്താദ് പറയും. കാരണം അക്കാലത്ത് മൂല്യന്മാരില്ല. ഒരു മാല്യേര് വരും, ആ നജീബനെ കൂടി ഒരു ഫത്വ പൂർത്തിയായി പറയാൻ കഴിയുന്ന ആളുകൾ ഒരു ജില്ലയിൽ 1-2 ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ എല്ലാവർക്കും ഫത്വ അറിയും. ഫത്വ അറിയാത്ത ഒരാളില്ല, ഫിത്തിന അറിയാത്ത ഒരാളുമില്ല. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞില്ലേ, ഇൽമുണ്ട് ദുൽമുണ്ട്. അരിഫ് പഠിച്ചവനെ അംശത്തിൽ പറ്റൂല, അംശത്തിൽ ഫിത്തിന ഉണ്ടാക്കും. ബാ പഠിച്ചാൽ വില്ലേജ് മുഴുവൻ ഫിത്തിന ഉണ്ടാക്കും. എൻ്റെ ബാപ്പ പറഞ്ഞതാണ്. താ പഠിച്ചാൽ താലൂക്കിൽ ഫിത്തിന ഉണ്ടാക്കാൻ മതി. ജീമ പഠിച്ചാൽ ജീമ പഠിച്ച ഒരാളുണ്ടെങ്കിൽ ജില്ല മുഴുവൻ ഫിത്തിനയിലോ. ഒരക്ഷം പഠിക്കണം. മനസ്സിലായില്ല? ഇതിൻ്റെ ബാപ്പാൻ്റെ മധുരപ്പ. അലിഫ് പഠിച്ചാൽ അംശത്തിൽ ഫിത്തിന ഉറപ്പാ. ബാ പഠിച്ചാൽ വില്ലേജിൽ ഫിത്തിന ഉറപ്പാ. താ പഠിച്ചാൽ താലൂക്ക് മുഴുവൻ ഫിത്തിന ഉണ്ടാക്കൽ ഉറപ്പാ. ജീം പഠിച്ചാൽ ആ ജില്ല മുഴുവൻ ഓനെ കൊണ്ട് ഫിത്തിനയിലോ. നിന്റെ ബാപ്പാൻ്റെ മധുരപ്പ. അതൊക്കെ പുതിയ വിവരം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവരങ്ങനെയല്ല. അവരാരാ? അവരല്ലാഹ്. അവർക്കൊരു വെളിച്ചുണ്ട്. എന്തുകൊണ്ടത്? ഹബീബ് എന്ന് കിട്ടിയത് മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് അക്കല് കൊണ്ട് കിട്ടുകയോ ഇല്ല. ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്ത്? അള്ളാഹു ഒന്നാണോ 100 എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അത് അക്കല് കൊണ്ട് പോയാൽ ഒരു പരിധിയുണ്ട്, അതിൻ്റെ കമാലിയത്തിൽ എത്തിച്ചേരൂല. അത് റൂഹ് കൊണ്ട് തിരിയണം. റൂഹിന് അത് വെളിച്ചമായി കിട്ടണമെങ്കിൽ റൂഹിൽ ഇങ്ങോട്ട് ഇറങ്ങണം. റൂഹിന് ഇറങ്ങൽ റൂഹിൻ്റെ ബാപ്പിന അബുൽ അർവാഹായ മുഹമ്മദ്. അള്ളാഹു ഏകനാണ് എന്ന് നിനക്ക് ബോധ്യമുണ്ട്. അത് നിന്റെ റൂഹ് ശുദ്ധിയായതുകൊണ്ടാണ്. അത് മുസ്തഫ നബി ഇറങ്ങിയതാ. ജസദ് കൊണ്ട് അത് കിട്ടിയില്ല. ഇത് ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളെ വാക്കാണ്. അള്ളാഹുവിൻ്റെ വഹദാനിയത്തുമായ വിഷയങ്ങൾ ഒരു മനുഷ്യന് പൂർണ്ണമായി എത്തിച്ചേരാൻ കഴിയില്ല. അത് ബുദ്ധിക്കപ്പുറത്താണ്. ബുദ്ധി കൊണ്ട് അതിൽ എത്തിച്ചേരാനേ കഴിയില്ല. ബുദ്ധി കൊണ്ട് പറയാ, അതിനപ്പുറത്തെ മറുപടി പറഞ്ഞാൽ അവിടക്കും. അത് അപ്പുറത്താണ്. വാചക കസർത്ത് പഠിച്ചോന് തൗഹീദിൽ വാദപ്രതിവാദം നടത്താൻ പോകരുത്. എന്തുകൊണ്ട്? അവൻ പറയുന്നതനുസരിച്ചുള്ള ഖുസൂർ ഇവൻ്റെ കൽബിന് വരും. തിരിഞ്ഞിട്ടില്ല. ഞാനൊരു നിരീശ്വരവാദിയുടെ പ്രസംഗം കേൾക്കൂല. ഒരു മുബത്തരീൻ്റെ പ്രസംഗം കേൾക്കൂല. മറുപടി പറയും. അങ്ങനെ മറുപടി അറിയാല് ഒരാൾ കേൾക്കും, ഓനെനിക്ക് തരും, ഞാൻ എന്നൊക്കെ പറഞ്ഞേക്കണം. അപ്പം അതിന് മറുപടി അറിയും. ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. ഇല്ല, എൻ്റെ ജീവിതത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ. എന്തുകൊണ്ട്? അതൊന്നും താങ്ങാൻ മാത്രമുള്ള കരുത്ത് എൻ്റെ ഹൃദയത്തിന് ഇല്ല. എന്നാൽ പിന്നെ വേറൊരാളോ ഓനെ ഏതായാലും കേട്ടുത്തിരിക്കണം. മറ്റൊങ്ങൾക്കെതിരെ മറുപടി പറഞ്ഞേക്കണം. നിങ്ങൾ കേട്ടില്ല യേശു. അപ്പം ഞാൻ പറയും, എനിക്ക് നോക്കിയാണ്ട് എഴുതിക്കൊണ്ട ഞാൻ മറുപടി പറയും. ഞാൻ കേൾക്കൂല. എന്തുകൊണ്ട്? ഞാൻ വളരെ കസറായ ആളാണ്, കമ്മിയുള്ളവനാണ്. അത് കേട്ടാണ്ട് എൻ്റെ മനസ്സിൽ ചെറിയൊരു മാറ്റം ഉണ്ടായാലോ പിന്നെ ഈ റാഹത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. തിരിഞ്ഞിട്ടില്ല, ഞാൻ കേൾക്കില്ല. ഒരുത്തനെ പ്രസംഗിക്കൂല. അതുകൊണ്ട് ഭയങ്കര സുഖമുണ്ട്. എന്തുകൊണ്ട്? ആരെന്നെ വിമർശിച്ചാൽ ഞാൻ അറിയില്ല. പലരും ഇങ്ങനെ പറയും, ഇങ്ങനെ പറ്റോ പറഞ്ഞ ഞാൻ അറിയില്ല, ഒന്നും അറിയില്ല. ഹക്കാണി പറയണേ, അറിയേയില്ല, കേൾക്കൂല. എന്താ കേൾക്കുക? ഒന്ന്, അവരോട് നമുക്ക് ദേഷ്യം തോന്നുന്നുണ്ട്. 2, അവർ പറയുന്ന ഈമാനം നശിപ്പിക്കുന്ന ചില സാധനങ്ങളുണ്ടാവും. അത് നമ്മളിലേക്ക് കിട്ടിയാൽ നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അതിന് ചെറിയ വെളിച്ചം ഉണ്ടെങ്കിൽ അത്രേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടി വന്നിട്ട് വലിയ പത്തുറച്ചമ്പാട് വീണാൽ എന്ത് ചെയ്യും? മുആവിയ റളിയല്ലാഹു അൻഹു കുറ്റക്കാരനാന്നുള്ള പ്രസംഗം ഇന്ന് കേട്ടാൽ നാളെ എനിക്ക് സിദ്ദീഖുൽ അക്ബർ കുറ്റക്കാരനാവും. പിന്നെ ഈ കുറ്റക്കാരനാക്കാൻ മുത്തുനബിയെ ബാക്കിയുള്ളൂ.
പറഞ്ഞ് മനസ്സിലായോ? ഒരൊക്കെ ഇങ്ങനെ തുടങ്ങുകയാണ്, ചെറുത് 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 ചെറുത്. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ആയിഷാ ബീവിയെ കിട്ടിയത് ശരിയായില്ല എന്ന് തുടങ്ങിയോ, ഇനി നിരീശ്വരവാദിയായിട്ട് നിൽക്കുള്ളൂ. നിങ്ങൾക്ക് പറയണ മനസ്സിലാണില്ലേ? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറിയ കുസൂറ് കണ്ടെത്തിയാൽ ഈ നിരീശ്വരവാദിയായിട്ട് വാതിൽ തുറന്നു കഴിഞ്ഞു. ഇനി പൂട്ടാൻ കഴിയില്ല. ഇനി പൂട്ടാണെങ്കിൽ തൗഫീഖ് വേണം. പൂട്ടാൻ പറ്റുന്ന കിട്ടണം. അതിന് ആജാതി കിട്ടാനില്ല. ഒരു സാലിയ മനുഷ്യനെ കൈ പിടിച്ചാൽ മതി, എൻ്റെ ഹൃദയത്തിൻ്റെ മോശം മുതൽ അപ്പം ശരിയാവും. ഞാൻ ആളെവിടെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ പറ്റിയ ഒരാളുണ്ടായാൽ മതി. മനസ്സിലുണ്ടോ പറഞ്ഞത്? ചിന്തിക്ക്. ഇവിടെ വരുന്ന ഒരു സ്ത്രീ എല്ലാ രാത്രിയിലും ഒരു വലിയ സ്വപ്നം കാണും. ഒരു പെണ്ണ്, ഒരു ബാല്യക്കാരത്തി, ചെറുപ്പക്കാരത്തി, 40 വയസ്സ്, യൗവനം ബാക്കി നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ പുതപ്പിൽ ഒരു വലിയ കയറി കിടക്കുക. രാത്രിയായ മരിച്ചുപോയൊരു വലിയ മനസ്സിലായില്ല, മരിച്ചുപോയ ഒരു വലിയ ഇവിടെ വന്നിന്നോട് പറഞ്ഞതാ, എൻ്റെ പുരയിലൊന്നും പറഞ്ഞതാ. രാത്രിയായി ഉറങ്ങാൻ കിടന്നാൽ ഈ വലിയ വന്നിട്ട് ഈ പുതപ്പ് കയറും. പിന്നെ ഒരു പെണ്ണിനെ പുരുഷൻ എന്തൊക്കെ ചെയ്യോ അതൊക്കെ ഈ പെണ്ണിനെ ചെയ്യും. അപ്പോൾ ഈ പെണ്ണെന്ത് വിചാരിക്കും? മരിച്ചോലല്ലേ, ഒരിക്കൽ തെക്കിരിപ്പ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ആറാമാവിലിരിക്കും. ജീവിതകാലത്ത് പൂതി ഉണ്ടാവും, ഈ ബാധത്തോണ്ട് അതിന് നേരം കിട്ടിയിട്ടുണ്ടാവില്ല, തിരിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഈ പെണ്ണ് ഈ പത്രാസ് പറയാൻ വേണ്ടിയിട്ട് എവിടേക്ക് പോയി? തിരുപ്പഞ്ചി പോയി. ആ കൊടിമരത്തിൻ്റെ അപ്പുറത്തുള്ള ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ഉസ്താദ് ഇരിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് ഇന്നാലിൻ്റെ മഹാൻ്റെ പേര് എനിക്കറിയാത്തതുകൊണ്ടല്ല, ഞങ്ങളോട് പറയാൻ പാടില്ല, വരുന്നുണ്ട്, എല്ലാ രാത്രിയും വരും, എൻ്റെ പുതപ്പിലേക്ക് വരും എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സന്തോഷത്തിൽ. അപ്പോൾ ഈ സ്ത്രീ എന്നോട് പറഞ്ഞ, ഈ സ്ത്രീ ഇന്ന് കോഴിക്കോട് ജില്ലയിലുണ്ട്, മരിച്ചിട്ടില്ല. ആ സ്ത്രീ പറഞ്ഞു, എന്നെ ഒന്ന് കടുപ്പിച്ചത് നോട്ടം. അപ്പോൾ ഒരു സാധനം എൻ്റെ തടിമന്ന്, ഒരു മേലക്കരി സാധനം, അങ്ങനെ എന്തോ ഒരു പാമ്പോ എഴുചെന്തോ എന്തോ തലമ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോണത് പോലെ എനിക്ക് തോന്നി. ഇങ്ങോട്ട് നോക്കി. നാലിന ഒലിയപ്പാപ്പ എൻ്റെ അടുത്ത് രാത്രി വന്ന് എൻ്റെ ഒപ്പം കിടക്കലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചോണ്ടാ പറഞ്ഞത്, സന്തോഷത്തിൽ. കാരണം എന്നെ അത് തിരഞ്ഞെടുത്തല്ലോ എന്നുള്ള സന്തോഷം. അപ്പം എന്നെ ഒന്ന് രൂക്ഷമായിട്ടൊന്ന് നോക്കി. അപ്പം എൻ്റെ മൂർത്തവും മുതൽ ഒരു സാധനം അങ്ങനെ ഇറങ്ങിപ്പോണ മാതിരി എനിക്ക് തോന്നി. അതണ്ട് ഇറങ്ങി. അപ്പോൾ പറഞ്ഞു, തിരിഞ്ഞു നോക്കികളാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നഗ്നനായ കറുകറുത്ത മനുഷ്യൻ ഓടുന്ന കണ്ടു. ഞാൻ ഇനി വരൂല കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ടില്ല. എങ്ങനെയുണ്ട് ഇത്? ഈ സ്ത്രീ എന്നോട് ഇവിടെ ഒന്ന് പറഞ്ഞതാ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അങ്ങനത്തെ ഒരാളെ കിട്ടിയാൽ നമ്മളെ വാതിലോർക്കും. അതിന് അങ്ങനത്തെ ഒരാളെന്ന് നമ്മളെ കൽബ് അംഗീകരിക്കൂല. ഇവിടുന്ന് അവർക്കൊക്കെ കിട്ടിയത് മുഹമ്മദിയത്തിൻ്റെ അസലിൽ നിന്ന്. നമ്മളെന്ന് പറഞ്ഞാൽ വളരെ പരാജയ, ഭാഗ്യക്കേട് തന്നെയല്ലേ. ഞാൻ ഇന്നലെ രാവിലെ ഒരു ഫാമിലി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, കുട്ടിൻ്റെ ആകാതിരിക്കാൻ ഇറക്കേണ്ട കാലമായി. കാരണം കുട്ടികളെ നന്നാക്കാനുള്ള വഴി എനിക്കറിയില്ല. ഒരു ഫാമിലി ഇന്നലെ രാവിലെ അവരുടെ കുട്ടി മകന് നീ പറയില്ല വിഷമം പറഞ്ഞുകൊണ്ട് ഇന്നലെ എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കും അറിയില്ല എൻ്റെ കുട്ടി അങ്ങനെ നന്നാവുന്നു. എൻ്റെ കയ്യിൽ ആകളെത്താണ്. കുട്ടി നന്നാക്കണത് കോളേജും ദർസും എനിക്കറിയില്ല. ദർസ് പഠിപ്പിച്ചാൽ ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ നാശവും. കോളേജ് പഠിപ്പിച്ചാൽ നന്നാവും, ചിലപ്പോൾ നാശവും. സ്കൂൾ പറഞ്ഞാൽ ചിലപ്പോൾ നന്നാവും, നാശവും. മദ്രസയിൽ പറഞ്ഞാൽ ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ നാശവും. ഉറപ്പിക്കാൻ പറ്റൂല. ഇർഷാദ് ഉസ്താദ് എന്ന് പറഞ്ഞ് ഉസ്താദ് മുർഷിദാവണ്ടേ, നല്ല ഇർഷാദ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുട്ടി നന്നാകാനുള്ള വഴി ഇപ്പം എനിക്കറിയില്ല. എനിക്കാകെ ഈ 10 പേരിൽ ഇങ്ങനെ ആക്കലാണ്. പഠിച്ചോൻ എൻ്റെ കുട്ടി നന്നാക്കി കൊണ്ടാന്ന് അത് ചെയ്താളേ, എനിക്ക് വഴിയില്ല. നിങ്ങൾ കുട്ടീനെ കൊണ്ടുവന്നിരാണെങ്കിൽ ഞാൻ ഉപദേശിച്ചോളാം, ഉറപ്പൊന്നുമില്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ?
അപ്പം നമ്മളിപ്പോൾ എന്താണ്? അപ്പം എൻ്റെ ബാപ്പ എൻ്റെ ഉമ്മ അവസാനത്തെ ദിവസം എൻ്റെ തോള് കൂടെ അങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മുതലിയാണ് കേട്ടാ, എനിക്കൊന്നും അള്ളാഹ് എൻ്റെ കുടുംബത്തിൽ വെക്കാനില്ല, എൻ്റെ മുതലിയാണ്, ഞാൻ അള്ളാഹിൻ്റെ കൂടെ നിന്ന് ഞാൻ എൻ്റെ ഉമ്മയാണെന്ന് പറയും, എനിക്ക് എൻ്റെ മുതലിയാണ് കേട്ടോ എന്ന് പറഞ്ഞ് മരിച്ചതാണ് എൻ്റെ ഉമ്മ. മനസ്സിലാണ്ട് പറഞ്ഞത്? ആ സന്തോഷത്തിനാണ് എൻ്റെ വാപ്പി മരിച്ചത്. അവർ വിചാരിച്ചത്ര ഞാൻ നന്നായിട്ടില്ല, അമ്മ നന്നാക്കി തരട്ടെ. അതേ സമയത്ത് നമ്മളെ കഴുത്ത് പോയിട്ട് ബെല്ലമ പൊടിച്ച് പറയാൻ ഇന്ന് നമുക്കിനി 9 മക്കളുണ്ട്. എൻ്റെ വാപ്പക്ക് 4 കുട്ടികളേ ഉള്ളൂ, ഒന്നും എനിക്കില്ല, ഞാൻ ഉണ്ടാക്കി തരണം, അങ്ങനെ ആക്കിത്തരണം എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ എന്നിൽ സന്തോഷിച്ച് പോയതുപോലെ എനിക്ക് സന്തോഷിച്ച് പോകാൻ ഒന്നൊരു വഴിയില്ല. അതിനകത്തൊരു മോശമല്ല. ഒരു ആഖിർ സമാനില ജീവിക്കണത്, എപ്പോഴും നാശാവും. ആണോ അല്ലേ? നിങ്ങൾ പറയേ. ഒരു വഴിയില്ല. ആ സമാനിൽ വിവരം കുറവാണ്, ഈമാണ്ട്. ഇന്ന് വിവരം മേലോടം കൂടുതലാണ്. എന്തില്ല? എന്തുകൊണ്ട്? മുഹമ്മദ് മുസ്തഫയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന സിമാഹും ഫി വജൂഹിഹിം. അവരെ മുഖത്തിൽ അടയാളുണ്ടാവും. അതെന്താ? എന്താ? നബിയുടെ കൂടെ ഉള്ളവർക്ക് മുഖത്തിന് അടയാളുണ്ടാവും. എന്താ? നബിയുടെ കൂടെയുള്ള ആളുകൾക്ക് മുഖത്തിന് അടയാളുണ്ടാവും. എന്താ? നിസ്കാരം മീൻ അഥരി സുജൂദ്, ഒരു അടയാളുണ്ടാവും. അവരെ സുജൂദിന് അടയാളുണ്ടാവും. നമ്മൾ സുജൂദിന് നിസ്കാരം ഉണ്ടാവും, അടയാളം ഉണ്ടാവില്ല. അതെന്താ? അത് നൂറുൽ വജ്ഹ്. എൻ്റെ കുടുംബം, എൻ്റെ കുടുംബത്തിലെ ഒരു കുടുംബത്തിൻ്റെ ആള് എന്ന് പറയാവുന്ന ആളാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ അനുജൻ EK മുസ്ലിയാർ. വീട്ടിൽ എത്ര വട്ടം വന്ന് വിരുന്നാർത്തൊന്നും കണക്കില്ല. വീട്ടിൻ്റെ മുന്നിൽ ഒരു കുളം ഉണ്ടായിരുന്നു ബാപ്പാൻ്റെ. അപ്പം ആ കുളത്തിലിറങ്ങി അവർ വന്നാൽ കുളത്തിൽ ഇറങ്ങിയിട്ട് വലിയ മുണ്ടുടുത്തിട്ട് ബാപ്പയും അവരും കൂടി മീൻ പിടിക്കും. അതൊക്കെ ഇപ്പോഴും കുളത്തിൽ അസംമൂലിയും ബാപ്പയും കിടക്കണത് എൻ്റെ കണ്ണിലുണ്ട്. അങ്ങനത്തെ ഒരു ബന്ധം അസംമൂലിക്ക് ബാപ്പയും തമ്മിൽ വലിയ ബന്ധം. ഒരു ദിവസം ബാപ്പ പാലക്കാട് മുതലിസാണ് അസംമൂലി ജനത്തിലൂരിൽ. അപ്പോൾ പോയപ്പോൾ ബാപ്പാനോട് നേരത്തെ ഒരാൾ പറഞ്ഞേൽപ്പിച്ചിരുന്നു, നിങ്ങൾ അസംമൂലിയെ കാണാൻ പോവുകയാണെങ്കിൽ ഇനി കൂട്ടണേ. അയാളെയും കൂട്ടി പോയി. ചെന്ന് ജനത്തിലൂരിലെ പള്ളിയിലേക്ക് കയറി. പാപ്പ ഓതൊടുത്ത് കയറാൻ കുറച്ച് നേരം വൈകി. ഇയാൾ ഓതൊടുത്ത് നേരത്തെ കയറി. അങ്ങനെ മൂല്യരെ അസംമൂല്യ റൂമിലേക്ക് അസ്സലാമു അലൈക്കും പറഞ്ഞു. അസംമൂല്യ സലാം അടക്കില്ല. അപ്പം പിന്നെ അയാൾ വഷളായല്ലോ, സലാം അടക്കില്ല. പിന്നെ അയാൾ പള്ളി കയറി നിസ്കരിച്ച് അവിടെ മാറിയിരുന്നു. പാപ്പ ഓതൊടുത്ത് കയറി സലാം അലൈക്കും അലൈക്കും. അപ്പോൾ ബാപ്പ ദേഷ്യപ്പെട്ട്, നിങ്ങളെന്തിനാണ് അംസാജി ഈ വഹാബികളെ കൊണ്ട് നടക്കുന്നത്? വഹാബിയല്ല, നമ്മുടെ നാട്ടിൽ സുന്നിയാണ്. വഹാബിയ നാളെ മൊത്തില്ലേ? അയാൾ വഹാബിയാണ്. നിങ്ങൾ പറയല്ലേ അയാൾ വഹാബിയല്ല, അയാൾ നമ്മുടെ നാട്ടിൽ സുന്നിയാണ്. പിന്നെ 20 കൊല്ലം കഴിഞ്ഞിട്ട് ഇയാൾ വഹാബിയായി മരിച്ചു. നിങ്ങൾക്ക് മനസ്സിലായില്ല? അതെങ്ങനെ അറിഞ്ഞു? അതാ വിളിച്ച. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? എന്താ അതൊക്കെ പറയാനുള്ളത്? ഇത് ബാപ്പ പറഞ്ഞതിന് കൈ നടക്കില്ല. ഈ സദസ്സിലുള്ള പലരും ബാപ്പാൻ്റെ നിന്ന് കേട്ടിട്ടുണ്ടാവും. പലരും എൻ്റെ ബാപ്പാൻ്റെ അടുത്ത് വന്ന് വർത്താനം പറയാനായിട്ട് വന്നിരിക്കുന്ന ആളുകൾ ഈ സദസ്സിലുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ആരായി? ബാബിയായി മരിച്ചു. എങ്ങനെയുണ്ട്? അതെങ്ങനെ ആ മനുഷ്യൻ അറിഞ്ഞു? എത്ര മുമ്പ്? അന്ന് ഇയാൾ ആരാ? നാട്ടിലെ സുന്നിയാളായിരുന്നു നേതാവ്. മനസ്സിലായില്ല? നാട്ടിലെ സുന്നി ഉമറാക്കളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഈ വ്യക്തി. അന്ന് അസ്സലാമു അലൈക്കും സലാം അടക്കി. പിന്നെ വാപ്പ കയറി എന്നപ്പോൾ ചൂടാകുക. നിങ്ങളെന്തിനാ അംസാജി വഹാബികളെ കൊണ്ട് നടക്കുന്നത്? വഹാബിയല്ല, നമ്മളാളാണ്. വഹാബിയ നാളെ മൊത്തണ്ടല്ലോ. സീമാഹും ഫീ വുജൂഹിഹിം, അവരുടെ അടയാളം അവരുടെ മുഖത്തുണ്ടാവും. അതെന്താ? അത് നൂറ് മുഹമ്മദ. യാ സുബ്ഹാന ജല്ല വഅല, നൂറ് മുഹമ്മദ. അത് കിട്ടണം. അതെല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. അക്കല് കൊണ്ട് അള്ളാഹു ഏകനാണെന്നില്ല. അക്കല് കൊണ്ട് അള്ളാഹു ഏകനാണെന്ന് ഇന്നലെ ഞാനങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ട്.
അത് ചില ആളുകൾക്ക് ഡൗട്ടായി. അക്കല് കൊണ്ട് അള്ളാഹു ഏകനാണെന്നറിയാൻ ഒരു പരിധിയുണ്ട്. അതിനെ പ്രതികൂല കമാലിയത്തുണ്ടാകുകയില്ല. അത് അക്കലിന്റെ അപ്പുറത്തുള്ള കാര്യം തൗഹീദ്. അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് അക്കലിന്റെ അപ്പുറത്താണ്. പിന്നെ എങ്ങനെ അവരുടെ ഒതുങ്ങണം? ആരിൽ ഒതുങ്ങണം? റിസാലത്തുൽ മുഹമ്മദിയത്തിൽ ഒതുങ്ങണം. ബദറിലേക്ക് യമാമയിൽ നിന്ന് സുമാമ എന്ന ഒരു അഹങ്കാരിയായ കാഫർ വന്നു. റളിയല്ലാഹു അൻഹു. അങ്ങനെ തുടങ്ങ അഹങ്കാരിയായ കാഫർ. അയാൾക്ക് ബദറിൽ ഇടപെടേണ്ട ആവശ്യമില്ല, കാരണം അയാൾ മക്കക്കാരൻ അല്ല. പിന്നെ നബിയിൽ മുസ്തഫ ഭയങ്കര ദേഷ്യ നബിയോട്. അപ്പൊ മക്കക്കാർ യുദ്ധത്തിനായപ്പോൾ ഇയാളും കൂടി അറസ്റ്റ് ചെയ്തവരെ കൂട്ടത്തിൽ അയാൾ അറസ്റ്റ് ചെയ്തു. പിന്നെ മദീന പള്ളിയുടെ ചെരുവിൽ ഇയാൾ പാർത്തു. ആ പാർത്ത ദിവസങ്ങൾ ഇയാൾ നബി പോകുന്നു വരുന്നു, നബിയുടെ പെരുമാറ്റം ഒക്കെ കണ്ടു. പൊട്ടി പാറ പൊട്ടി പാറ പൊട്ടി പാറ പൊട്ടി പാറ പൊട്ടി. മൂന്നാം നാൾ നബി അയാളോട് പറഞ്ഞു, വിട്ടാളെ പോയിക്കോട്ടെ. അയാൾ പോയില്ല. അയാൾ വന്നിട്ട് നിങ്ങൾ എന്താണ് ഞങ്ങൾ അടിമയാണ്, നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ അനുസരിക്കും. അപ്പൊ അയാൾ ഇല്ലല്ലേ അംഗീകരിക്കണം. അയാൾ നബി അംഗീകരിക്കണം. പിന്നെ നബിക്ക് കൊടുക്കാനുള്ള വലിയത് എന്താ? അത് അയാൾക്കാണ് കയറുക. അയാൾ ആ 3 ദിവസം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാബിലിട്ട് പഠിക്കുകയല്ല. അയാൾ ആരുടെ കാണുന്നത്? റിസാലത്തുൽ മുഹമ്മദിയ, അൽ ജൗദത്തുൽ മുഹമ്മദിയ, അത്തഫൂഖുൽ മുഹമ്മദിയ. യാ സുബ്ഹാന ജല്ല വഅല. അത് പഠിക്കാൻ ഇന്ന് നമുക്കില്ല. വലിയല്ലാതെ നിരീശ്വരവാദിയോട് വാദപ്രതിവാദത്തിന് പോകരുത്. നിരീശ്വരവാദികളോട് വാദപ്രതിവാദം നടത്തിയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ ആരാണ് നിങ്ങൾക്കറിയോ? നിങ്ങളല്ലേ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ചരിത്രത്തിൽ, ഈ അടുത്ത കാലത്തെ ഈ 2-3 നൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തിൽ നിരീശ്വരവാദികളോട് ഏറ്റവും പടപൊട്ടി ജയിച്ച ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിതന്റെ പേര് നിങ്ങൾക്കറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പറയാം. അത് മിർസ ഗുലാം അഹമ്മദ് ഖദിയാനിയാണ്. അയാളുടെ നാവിൻ്റെ മുന്നിൽ തോൽക്കാത്ത ഒരാളില്ല. പക്ഷെ അയാൾ അവസാനം കാഫർ എന്ന് പറയപ്പെട്ടു. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? മിർസന്റെ നാവിൻ്റെ ഒതുങ്ങാത്ത ഒരാളില്ല. അയാൾ അങ്ങോട്ട് തെളിയിക്കും. പക്ഷേ ആ മിർസയുടെ കൽബ് കറുത്തു. മറ്റവനോട് വർത്താനം പറഞ്ഞപ്പോ തിരിഞ്ഞില്ല. പിന്നെ കുഫർ ഒറ്റക്കണ് സ്വീകരിച്ചു. ഈ കൽബ് അവനാന് പറ്റാത്തിന് പോകരുത്. ഞാൻ മിനിഞ്ഞാന്നത്തെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ജാതി ചെവി കൊടുത്ത് കേൾക്കരുത്. കാരണം അത് വഹിക്കാൻ നിങ്ങളെ കൽബിന് കഴിയില്ല. നിങ്ങൾ മൗലൂദിന് സദസ്സ് പോയി കുത്തിരിക്കുക, ജമാഅത്തിന് പോവുക, വരിക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. ഒരു ലേഖനം വായിക്കരുത്. ഞാനൊരു ലേഖനം വായിക്കണമെങ്കിൽ ഒരാൾ പറയണം ആ ലേഖനം വായിക്കും, അപ്പോൾ വായിക്കും. പത്രം വായിക്കുകയില്ല. വായിക്കൽ നിർത്തിയില്ല, കിട്ടത്തില്ല. പത്രം വായിക്കില്ല. പത്രം വായിക്കുകയില്ല. പത്രങ്ങൾ വായിക്കേണ്ടെന്നല്ല, ഞാൻ വായിക്കൂല. ഞാൻ പത്രം വായിക്കൂല. എനിക്ക് തിരുവനന്തപുരത്ത് ആര് വെച്ചാലും പ്രശ്നമില്ല. എനിക്ക് വെച്ചാൽ ചെന്നിത്തല മുഖ്യമന്ത്രി ആയാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയാലും ഇതൊക്കെ തന്നെ നടക്കും. പുറത്തു പറയണ്ട. പിണറായി വിജയൻ ഇറങ്ങണമെന്നും എനിക്കില്ല, കയറണമെന്നും എനിക്കില്ല. എനിക്ക് രണ്ടും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. എൻ്റെ വിഷയം തന്നെയല്ല. എനിക്കും അപ്പുറത്ത് കയറണമെന്നേ ഉള്ളൂ. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, അത്രേ ഉള്ളൂ. മറ്റെൻ്റെ വിഷയം തന്നെയല്ല. ജനാധിപത്യ പ്രസ്ഥാനത്തിൽ അംഗമാകണ്ടേ? ഞാനതിൽ പറ്റാത്ത ഒരാളാന്ന് കുട്ടികളാ. ഞാനൊന്നും പറ്റൂല. ഞാനൊരു അന്തംഗമ്മിയാന്ന് കുട്ടികളാ. ആയിക്കോട്ടെ, അങ്ങനെയാണ് കുട്ടികളാ. അതിനൊന്നും കുഴപ്പമില്ല. തല കൊടുത്ത് തല കൊടുക്കണം. ഞാനീ പറയുന്നതിലേക്ക് എല്ലാം കേൾക്കാനുള്ളതല്ല, എല്ലാം കാണാനുള്ളതുമല്ല. ഈ സാധനം എന്ന് പറഞ്ഞാൽ വേ ടു യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തിലേക്കുള്ള ഹൈവേയാണ് ഈ സാധനം. ഫജഅൽനാഹു സമീഅൻ ബസീറാ. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. എനിക്കൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ഒരു 10-15 കൊല്ലം മുമ്പ്. അവൻ പല ഭാഷകളും സാധാരണ ഉപയോഗിക്കുന്ന ഭാഷകൾ പരിധി വിട്ട് തെറ്റിച്ച് പറയും.
അപ്പം ഞാൻ ഇടക്കിടക്ക് നല്ല മനുഷ്യനുമാണ്, എന്നാലും ഞാനിങ്ങനെ ആഗ്രഹിക്കും ഓനൊന്ന് പോയെങ്കിൽ പഠിച്ചോനെ എന്ന്. എന്തുകൊണ്ട്? അതിന് കാരണമുണ്ട്. ഇത് അവനിൽ നിന്ന് അറിയാതെ എൻ്റെ ഭാഷയിലേക്ക് കയറും. ഓന് പിന്നെ ഗൾഫിലെ ജോലി കിട്ടി ഓൻ പോയി. അപ്പം എനിക്കൊരു സമാധാനമായി. നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ അവൻ്റെ ഭാഷ തെറ്റി. മനസ്സിലായില്ല. ചില പദങ്ങൾക്കൊക്കെ ചില സാധാരണക്കാർ പോലും ഉപയോഗിക്കുന്നതിനേക്കാൾ തറയിലുള്ള ചില പദപ്രയോഗങ്ങൾ നടത്തും. അപ്പം ഞാൻ അറിയാതെ അതിൻ്റെ ഉള്ളുകൾ കയറും. പിന്നെ അതിൻ്റെ ഭാഷയോ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അള്ളാഹിൻ്റെ സഹായത്താൽ എനിക്ക് അള്ളാഹിൻ്റെ സഹായത്താൽ മലയാള ഭാഷ തെറ്റൂല, ഒരക്ഷരം തെറ്റൂല. റബ്ബിൻ്റെ സഹായത്താൽ തെറ്റനല്ല, ഇൻഷാ അല്ലാഹ് ഒരക്ഷരം തെറ്റൂല. അത് ഞാൻ അങ്ങനെ അടികിട്ടി പഠിച്ചതാണ്. മലയാളത്തിലൊരക്ഷരം എനിക്ക് തെറ്റൂല, റബ്ബിൻ്റെ സഹായത്താൽ തെറ്റനല്ല. അറബി തെറ്റിയാലും മലയാളം തെറ്റൂല. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അതൊക്കെ റബ്ബ് തന്ന തൗഫീഖാണ്. തിരിച്ചു വളരെ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം പറഞ്ഞത് എല്ലാത്തിൻ്റെയും മൂർത്താവ് മുഹമ്മദ് മുസ്തഫ. അവിടെ അങ്ങോട്ട് സറണ്ടർ ആകാതെ രക്ഷപ്പെടാൻ കഴിയില്ല. ഫിദാക അബീ വ ഉമ്മീ. അങ്ങാടിയിൽ കിട്ടിയ ഒരു തൗറാത്തിന്റെ പ്രതി വായിച്ചു സയ്യിദ് ഉമർ ബിൻ ഖത്താബ്. നബിയുടെ പൂർണ്ണ സമ്മതം നോക്കിയില്ല, വായിച്ചുകൊണ്ടേയിരുന്നു. നബി പീഠത്തിലിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമറിന്റെ ഉമർ നോക്കുമ്പോൾ മുസ്തഫ നബിന്റെ കോലാണ് മാറി. ഖുർആനും കൊണ്ടുവന്ന എൻ്റെ മുന്നിൽ ഇതിന്റെ തൗറാത്ത് വായിച്ചതിന് എന്നാ നിൽക്കായിരിക്കാം. കാരണം അതിൽ തിരിച്ചറിയാത്ത പലതുണ്ട്. ഇത് ഫുള്ള് ക്ലിയറാണ്. മനസ്സിലാണ്ട് പറഞ്ഞത് അത് മതിയാവും ഒരു മനുഷ്യരെ കൽബ് നാശാക്കാൻ. അപ്പോൾ ആ ഏടപ്പുറത്തേക്ക് മാറ്റി വെച്ചു. ഈ രണ്ട് കാൽമുട്ടിൻ്റെ ഇടയ്ക്ക് തലം കിട്ടു, കാലുമണി പിടിച്ചു. ഫിദാക അബീ വ ഉമ്മീ. എൻ്റെ ഉമ്മയും ബാപ്പയും ഈ കാലിൻ്റെ ഇടയിൽ കണ്ടാണ്. എൻ്റെ ഉമ്മയും ബാപ്പയും കാലിൻ്റെ ഇടയിലാണ്. എന്നോട് മാപ്പാക്കണം. ആര് ചെയ്തു? ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് 100 വട്ടം റബ്ബിനോട് പറയാനല്ല, ആ കാലിനടിക്കണം. അപ്പോൾ പറഞ്ഞു അതൈതുകും ബിശരീഅത്തിൻ ഹനീഫിയത്തിൻ ബൈളാ ബിമില്ലത്തിൻ ഹനീഫിയത്തിൻ ബൈളാ. ധവള സുരഭിലമായ അതിമനോഹരമായും രുചിയുമായ ഒരു സത്യമാർഗം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നില്ലേ? മനസ്സിലാണ്ട് പറഞ്ഞത് നബിന്റെ കാലിട്ടിട്ട് ഞാൻ പോയിട്ട് കുറച്ച് അസ്തഗ്ഫിറുല്ലാഹ് പറയട്ടെ എന്നല്ല, ഇവിടേക്ക് കാലൻ തല 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 ഫിദാക അബീ വ ഉമ്മീ. എൻ്റെ ഉമ്മയും ബാപ്പയും കാലിന്റെ അടിയിൽ ഞാൻ ദണ്ഡം വെച്ചു. എൻ്റെ മാനി ബാപ്പാന്റെ തല ഞാൻ ഈ കാലിന്റെ ചോട്ടിൽ വെച്ചു. നിങ്ങൾ മാപ്പാക്കണം, ഇതുവരെ ഉണ്ടാക്കൂല. അതാപ്പിക്കൽ തെറ്റല്ലാനോട് ചെയ്താലും മാപ്പ് നബിയോട് ചോദിക്കണം. അതാ മാപ്പ്. അത് മനസ്സിലാക്കുമ്പോഴാണ് സുന്നിയാകുക. അപ്പോഴാണ് മുഅ്മിനാവുക. അപ്പോഴാണ് സീമാഹും ഫീ വുജൂഹിഹിം. നിനക്ക് മുഅ്മിനീങ്ങൾ അടയാളുണ്ടാവുക. നിന്റെ ഒരു നേതാവുണ്ട്, ആ നേതാവ് എല്ലാം. ആ നേതാവിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അത് അത്രയും വലിയ നേതാവാണ്. ആ നേതാവിനെ കിട്ടാൻ കൊതിക്കാത്ത ഒരു ഇബ്രാഹിം നബിയുമില്ല, ഒരു ആദ നബിയുമില്ല. വഫ്തഖറ ബികൗനിഹി വാലിദൻ. ബാപ്പ എന്ന നിലയിൽ അഭിമാനിച്ചു. ആര്? സയ്യിദുനാ ആദം. സ്വർഗത്തിലെത്തിയാൽ ആദം നബി തന്നെ ജനങ്ങൾ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന പേര് ആദമേ എന്നല്ല, യാ അബാ മുഹമ്മദ് എന്നാണ്. സുബ്ഹാന ജല്ല വഅല. അങ്ങനെ വിളിക്കുക. ആദം നബിയുടെ പേര് മഹ്ശറിൽ എന്താ വിളിക്കുക? ആദമേ വിളിക്കുക. യാ അബാ മുഹമ്മദ്, മുഹമ്മദിന്റെയും ബാപ്പയായവരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അഭിമാനാണ് അബൂ മുഹമ്മദ് എന്ന് വിളിക്കുന്നത്. ആർക്ക്? സ്വർഗത്തിൽ ആദം നബിയുടെ പേരെന്താ? പറ. അബൂ മുഹമ്മദ്. അബൂ ആദം നബിയെ സ്വർഗത്തിൽ വിളിക്കുക യാ അബാ മുഹമ്മദ്, മുഹമ്മദിനും ബാപ്പയായവരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അഭിമാനം എങ്ങനെയുണ്ട്? ഇത്ര അഭിമാനാണ്. ആർക്ക്? പറ കുട്ടി, ഉറക്കെ പറ. ആർക്ക് അഭിമാനം? അത് ആദം നബിക്ക് അഭിമാനമാണ്. ഞാൻ മുഹമ്മദിന്റെ ബാപ്പയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണല്ലോ 1000 കൊല്ലം ഇസ്തിഗ്ഫാർ ചെയ്ത ആള് അഭിമാനിക്കണ മുസ്തഫിർ എന്നല്ല. പേര് പറയാനാണെങ്കിൽ മുസ്തഫിർ എന്നല്ലേ വിളിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു ഹജ്ജ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഹാജിയെന്ന് വിളിക്കാം. ആദം നബി ഇസ്തിഗ്ഫാർ ചെയ്ത് 1000 കൊല്ലം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇത് 1000 കൊല്ലം ചൊല്ലിയ ആളാണ് ആര്? സയ്യിദുനാ ആദം. അപ്പൊ ഇസ്തിഗ്ഫാർ ഏറ്റവും ചെയ്ത കാലം ചെയ്ത ആളാണ് ആര്?
അപ്പൊ ആദം നബി നമ്മളിപ്പോ ഒരു ഹജ്ജ് ചെയ്യുമ്പോൾ നമ്മളെ ഹജ്ജിന്ന് വിളിക്കും. 1000 കൊല്ലം ഇസ്തിഗ്ഫാർ ചെയ്തപ്പോ ആദം നബിയെ മുസ്തഗ്ഫിർ എന്ന് വിളിക്കാലോ. അതിലല്ല അവർക്ക് അഭിമാനം. ലോകത്തെ ഏറ്റവും കാലത്ത് ഇസ്തിഗ്ഫാർ ചെയ്ത ആൾ ആരാണ്? പറയേ സയ്യിദുനാ ആദം അലൈഹിസ്സലാം. ലോകത്തെ ഏറ്റവും കൂടുതൽ കാലം കരഞ്ഞ ആൾ ആദം നബിയാണ്. فنبت من دموعه العود والصندل والزنجبيل. എനിക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനൊരു തെളിവ് ഈ വാക്കാണ്. എന്തുകൊണ്ട്? ലോകത്തെ ഏറ്റവും നല്ല ഊദ് ഇന്ത്യയുടെ ആസാം, ലോകത്തെ ഏറ്റവും വലിയ മേത്തരം ഊദ് ഇന്ത്യയുടേതാണ്. ആദം നബിയുടെ കണ്ണുനീര് വീണ് മുളച്ചലാണ് അൽ ഊദ്, ഊദ് ചന്ദനവും ഇഞ്ചിയും. 3 സാധനം ആദം നബിയുടെ കണ്ണുനീര് മുളച്ചതാണ്. ഒരുപാട് കിതാബിലുണ്ട് സംഭവം. ഇബ്നു ഹജർ തങ്ങൾ ബുർദക്ക് ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അൽ ഉംദതു ഫീ ശറഹിൽ ബുർദ. ആ കിതാബിലുണ്ട് ഈ വാക്ക് അൽ ഊദ് വസ്സന്ദലു വസ്സഞ്ചബീൽ. ഫനബത്ത മിൻ ദുമുഇഹി. ആദം നബിയുടെ കണ്ണുനീര് വീണ് മുളച്ചതാണ് അൽ ഊദ്, ഊദ് വസ്സന്ദലു ചന്ദനം വസ്സഞ്ചബീലു ഇഞ്ചിയും. ഇത് 3ഉം ലോകത്തെ ഏറ്റവും ഉണ്ടാണ് നാട് ഇന്ത്യയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാവും. മനസ്സിലായില്ല? ചിന്തിക്ക്. അങ്ങനെ കണ്ണുനീര് വീണിട്ട് മരമുളച്ചു. ആ ജാതിക്കരഞ്ഞ ആളാണ് ആര്? അപ്പോൾ സയ്യിദുൽ ബക്കായീൻ കരഞ്ഞോര വാപ്പ, അബുൽ ബക്കായീൻ കരഞ്ഞോര വാപ്പ, അബുൽ മുസ്തഗ്ഫിരീൻ സിഫാർ ചെയ്തോര വാപ്പ, അബു തായിബീൻ തൗബ ചെയ്തോര വാപ്പ. ഇങ്ങനൊക്കെ പറയാവുന്ന ആളാണ് ആര്? പക്ഷെ പേരതല്ല, അബു മുഹമ്മദ്. അതുകൊണ്ട് അഭിമാനാണ്. അബു മുഹമ്മദ് എന്ന് വിളിച്ചാൽ വലിയ ഇഷ്ടമാണ്. സ്വർഗത്തിൽ ആദം നബിക്ക് അപ്പൊ മുഹമ്മദ് എന്ന പേര്. മുഹമ്മദ് 40 മക്കളുണ്ടായിട്ട് മുഹമ്മദ് എന്ന പേരിൽ കൂട്ടില്ല. കുട്ടി പിന്നെ വരുന്നത് മുഹമ്മദ് മുസ്തഫ. അബൂ ഷീത്ത് എന്ന് പറയാം, പക്ഷെ ആ പേര് ലല്ല വിളിക്കപ്പെടുക. ഷീത്തിന് പിന്നെ വാപ്പ ആരാ? ഷീത്തിന് പിന്നെ നബിയോണ്. നബിയായ ഷീത്തിന്റെ വാപ്പയാണ് ആര്? സയ്യിദുനാ ആദം. എന്താ പറഞ്ഞേ? നബിയായ ഷീത്തിന്റെ വാപ്പയാണ് അലൈഹിസ്സലാം. ആര്? സയ്യിദുനാ. പക്ഷെ അബൂ ഷീത്ത് എന്ന് പറയില്ല എല്ലാവർക്കും ഇഷ്ടം. പിന്നെന്താ പറയില്ല? അബു മുഹമ്മദ്. അപ്പൊ എത്ര കൊല്ലത്തിൽ 1000 കഴിഞ്ഞു. എന്നാൽ ഇഷ്ടതാണ്. എന്റെ ഇതാണ് മോഡല്. ആ നബിയെ കിട്ടിയിട്ട് ആ നബിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെയും പത്രം കിട്ടിയാലാ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ.